ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന് ചേരും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയ്ക്ക് ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. +2 സംവരണ സീറ്റുകളിലെ പ്രവേശനത്തിന് SSLC സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ IPL കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നടത്തിയ പ്രത്യാക്രമണത്തിനും ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗമാണ് ഇത്. സംസ്ഥാനത്തിന് അനുവദിച്ച റെയിൽവേ ബജറ്റ് വിഹിതം 372 കോടിയിൽ നിന്ന് ഈ സാമ്പത്തിക വർഷത്തിൽ 3042 കോടി രൂപയായി ഉയർത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. അങ്കമാലി എരുമേലി റെയിൽവേ പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചതാണ് ഇക്കാര്യം. അങ്കമാലി ശബരി റെയിൽവേ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. അതേസമയം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതകളിൽ CBI അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും എഞ്ചിനീയറിംഗ് പിഴവുകളും നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. 25 നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ നടന്നു. 7 പത്രികകൾ തള്ളി, 18 പത്രികകൾ സ്വീകരിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള PV അൻവറിന്റെ പത്രിക തള്ളിയതിനാൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും മത്സരിക്കുക. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. +2 സംവരണ സീറ്റുകളിലെ പ്രവേശനത്തിന് SSLC സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേ പരീക്ഷയ്ക്ക് ശേഷം ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്താൽ മതിയാകും. സ്കൂൾ പ്രവൃത്തി സമയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ലെന്നും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വീണ്ടും ചർച്ച ചെയ്യുമെന്നും ശ്രീ വി ശിവൻകുട്ടി അറിയിച്ചു. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ പരാമർശം പ്രതിഷേധാർഹമാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തന്നെ കുടിശ്ശിക വിതരണം തീരുമാനിച്ചതാണെന്നും ധനമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിനകത്ത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP എന്നൊന്നുമില്ല. സാധാരണക്കാർക്ക് ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് വലിയൊരു ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച്. ഒരുമിച്ച് ആ പണം കിട്ടുന്നു, അതെല്ലാം അതിനകത്തുള്ളൂ. അതിനകത്തൊരു തെറ്റായ ഒരു പ്രയോഗം അദ്ദേഹം നടത്തി. ശ്രീ KC വേണുഗോപാലിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിഷേധം വരും. ഇത് മേടിക്കുന്ന ആൾക്കൊക്കെ പ്രതിഷേധം വരുമല്ലോ, ഈ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്ക്. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ നിർവഹിക്കും. രാജ്ഭവനിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. പോരാടാം പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ എന്ന UN ആഹ്വാനം ഉൾക്കൊണ്ട് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലും ഫലവൃക്ഷത്തൈകൾ നടും. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. അതേസമയം 2025 സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി നാളെ വിതരണം ചെയ്യും. സംസ്ഥാനത്തെ ഫിഷറീസ് സ്കൂളുകളുടെ വികസനത്തിനായി 5 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ പ്രവേശനോത്സവവും ടൈഡ് കേരള പദ്ധതിയുടെ പ്രഖ്യാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് 9 തീരദേശ ജില്ലകളിലായി സ്ഥാപിച്ച ഈ 10 ടെക്നിക്കൽ സ്കൂളുകൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് നിലവാരമുള്ള സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ്. വെറും വിദ്യാഭ്യാസ സ്ഥാപനമല്ല ഈ സ്കൂളുകൾ, മറിച്ച് സാമൂഹിക നവോത്ഥാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് നാളത്തെ പാതകളാണ് ഇവ തുറക്കുന്നത്. നിലവിലുള്ള 10 ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ സമാന്തരമായി പുരോഗമിക്കുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. IPL ക്രിക്കറ്റിൽ കന്നി കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തിയാണ് RCBയുടെ കിരീട നേട്ടം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശബരിമലയിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാ ദിനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ശബരിമല പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠര രാജീവര്, കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി ചവിട്ടി ദർശനം നടത്താനാകും. ഇടവമാസത്തിലെ അത്തം നാളായ നാളെയാണ് ശബരിമലയിലെ പ്രതിഷ്ഠാ ദിനം. നാളെ രാത്രി 10-ന് നടയടയ്ക്കും. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മിനായിലെ തമ്പുകളിൽ തീർത്ഥാടകരെത്തുന്നതോടെയാണ് കർമ്മങ്ങൾ ആരംഭിക്കുക. ഇന്ന് മുഴുവൻ സമയവും തീർത്ഥാടകർ മിനായിൽ പ്രാർത്ഥനയിൽ കഴിയും. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം നാളെ നടക്കും. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ഇടുക്കി ജില്ലയിലെ ആദ്യ സ്മാർട്ട് കൃഷിഭവൻ തൊടുപുഴയ്ക്ക് സമീപം വണ്ണപ്പുറത്ത് സജ്ജമാകുന്നു. വിത്തിൽ നിന്ന് വിപണിയിലേക്ക് ഒരു കുടക്കീഴിൽ എല്ലാ സേവനങ്ങളും എന്ന ആശയമാണ് സ്മാർട്ട് കൃഷിഭവനിലൂടെ പ്രാവർത്തികമാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വണ്ണപ്പുറത്ത് നിർമ്മിച്ച സ്മാർട്ട് കൃഷിഭവൻ കാർഷിക സേവനങ്ങൾക്കായി സമഗ്രമായി രൂപകൽപ്പന ചെയ്തതാണ്. 50-ലധികം കർഷകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനിംഗ് ഹാള്, കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനായി ഒരുക്കിയ ഇക്കോ ഷോപ്പ്, രോഗങ്ങൾ തിരിച്ചറിയാനും പ്രതിരോധ നടപടികൾ ലഭ്യമാക്കാനും സജ്ജമാക്കിയ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക്, ജൈവ നിയന്ത്രണ ഉപാധികൾ വിതരണം ചെയ്യുന്ന ബയോ ഫാർമസി, കർഷകർക്ക് അപേക്ഷകൾ നൽകാനും വിവിധ രജിസ്ട്രേഷൻ നടപടികൾ സുഗമമായി നടത്താനുമായി സജ്ജമാക്കിയ ഫ്രണ്ട് ഓഫീസ് എന്നിവയാണ് സ്മാർട്ട് കൃഷിഭവനിലെ പ്രധാന സൗകര്യങ്ങൾ. കാർഷിക മേഖലയായ വണ്ണപ്പുറത്തെയും പരിസര പ്രദേശങ്ങളിലെയും കർഷകർക്കും പൊതുജനങ്ങൾക്കും സ്മാർട്ട് കൃഷിഭവന്റെ പ്രവർത്തനം ഏറെ പ്രയോജനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിൻ പേരാമ്പ്ര ബ്ലോക്കിൽ ആരംഭിച്ചു. ചങ്ങരോത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയിൽ കൂത്താളി, ചങ്ങരോത്ത് പഞ്ചായത്തുകളിലെ കർഷകരുമായി കാർഷിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും സംവദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ചക്കിട്ടപ്പാറ, പേരാമ്പ്ര പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ നടക്കും. രോഗിക്ക് കണ്ണുമാറി ചികിത്സ നൽകിയ സംഭവത്തിൽ തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിലെ ഡോക്ടർക്ക് സസ്പെൻഷൻ. അസിസ്റ്റന്റ് പ്രൊഫസർ സുജീഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഭീമാപള്ളി സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ഇടതു കണ്ണിന് ചികിത്സ തേടിയെത്തിയ രോഗിയുടെ വലത് കണ്ണിൽ ഡോക്ടർ കുത്തിവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്നുകൂടി ലഭിക്കും. കാലവർഷക്കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് റേഷൻ വിതരണം നീട്ടിയത്. രാജ്യത്ത് 4302 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 1373 കേസുകൾ കേരളത്തിലാണ്. മഹാരാഷ്ട്രയിൽ 510 കേസുകളും ഗുജറാത്തിൽ 461 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോ നിരക്ക് സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ ധനനയ യോഗം മുംബൈയിൽ ആരംഭിച്ചു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനം മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2026 മാർച്ച് മാസത്തോടെ 500 രൂപ കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന യൂട്യൂബ് വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ. RBI ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്ന് PIB ഫാക്ട് ചെക്ക് അറിയിച്ചു. 500 രൂപ നോട്ടുകൾ പിൻവലിച്ചിട്ടില്ലെന്നും സാധുതയുണ്ടെന്നും PIB അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 176 പോയിന്റ് നേട്ടത്തിൽ 80,914-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 53 പോയിന്റ് നേട്ടത്തിൽ 24,596-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 72,720 രൂപയും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 9,090 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന് ചേരും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവയ്ക്ക് ശേഷമുള്ള ആദ്യ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെ. പ്രചാരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. +2 സംവരണ സീറ്റുകളിലെ പ്രവേശനത്തിന് SSLC സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും.
18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ IPL കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.